ബിസിനസ്സുകാരൊന്ന് സൂക്ഷിക്കുക. വൈകി തോന്നിയിട്ട് ഒരു കാര്യമില്ല ട്ടോ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. കുറേ ആളുകൾ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് തോന്നുക, നമുക്ക് ഇതൊക്കെ ചെയ്താലോ എന്നുള്ളത്. സോഷ്യൽ മീഡിയയും ഇ-കൊമേഴ്സ് ഒക്കെ വന്നതിന് ശേഷം കുറേ ആളുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക, നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയാലോ, ഓൺലൈൻ വഴി സാധനങ്ങൾ വിറ്റ് തുടങ്ങിയാലോ എന്നുള്ളത്. ശരിക്കും ഈ ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ 3 സ്റ്റേജുകൾ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ടെക്നോളജിയുടെ പ്രാരംഭ ഘട്ടത്തിൽ അത് എന്തൊക്കെയാണ്, എങ്ങനെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ മറ്റു ബെനിഫിറ്റുകൾ ഉണ്ടാക്കാനൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ട്രൈ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. പക്ഷേ അവർക്ക് തന്ത്രങ്ങൾ മാറ്റിപ്പണിയാനുള്ള സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ, മൂന്നാമത്തെ ഘട്ടത്തിൽ ശരിക്കും കുറേ ആളുകൾ ഈ മേഖലയിൽ വന്ന് ഇതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരുപാട് വലിയ ബെനിഫിറ്റുകളും ഒരുപാട് ബിസിനസ്സും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു പക്ഷേ ഫ്രീ ആയിട്ടോ കുറഞ്ഞ ചിലവിലോ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് കയറാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ഇടത്തരം സ്പേസ് ഉണ്ട് കേട്ടോ. ആ ഒരു മിഡ് ലെവലിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതൊരു ഒഴുക്കായിരിക്കും. ഒരുപക്ഷെ പിറകുന്ന് തള്ളാനും മുകളിൽ നിന്ന് വലിച്ചു വാങ്ങാനും ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് കയറി മുന്നോട്ട് പോകാം. മുമ്പ് പഠിച്ച കുറേ ആളുകൾക്ക് അത് വെച്ചുള്ള എക്സ്പീരിയൻസുകളും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പ്ലാൻ ചെയ്താൽ കാര്യമായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞുകൊണ്ട് വരുന്നത് AI കാര്യത്തിൽ ഈ മിഡ് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. AI ഇപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറേ മുമ്പേ ഉണ്ട്. പക്ഷേ AI അത്ര വലിയ ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ AI ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബെനിഫിറ്റുകളും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനറേറ്റീവ് AI വന്ന് ഒരുപാട് പോപ്പുലറായി കുറേ ടൈപ്പ് ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഈ ഇൻ്റലിജൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഇതുകൊണ്ട് എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. ഇല്ലെങ്കിൽ വൈകി ബൾബ് കത്തിയിട്ട് ഒരു കാര്യമില്ല.